Vintage car store. സ്റ്റോർ അല്ലടാ, മ്യൂസിയം ആണ്. Vintage car museum. There are a lot of vintage cars. I'll show you. ഒരു 10 കാർ ഉണ്ടായിരുന്നായിരിക്കും, അങ്ങനെ എനിക്ക് തോന്നുന്നു. വളരെ കുറച്ച് എക്സിബിറ്റ്സ്. അപ്പം എനിക്കത് ശരിക്കും ഈ 400 രൂപ ടിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് അത്ര വർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നിങ്ങൾ ഈ വിൻറ്റേജ് കാർസിലും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. പക്ഷെ അല്ലാത്തവർക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ പോകുന്നത് കർണി മാതാ ടെമ്പിളിലേക്കാണ്. അതിവിടുത്തെ ഒരു പോപ്പുലർ സ്പോട്ടാണ്. സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്, ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത് കേബിൾ കാർ വഴിയാണ്. ഇതൊരു മൗണ്ടൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്ന ഈ അമ്പലം. ചെറിയൊരു അമ്പലമാണ്, പക്ഷേ ഞങ്ങളാരും കേബിൾ കാറിൽ കയറിയിട്ടില്ല, റോപ്പ് വേയിൽ പോയിട്ടില്ല. അപ്പോൾ ഒരു എക്സ്പീരിയൻസും കൂടെയാണ്. അപ്പോൾ ഈ പോണ വഴിക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എഗെയിൻ ചെറുതും വലുതുമായിട്ടുള്ള കുറേ ലേക്സ് ഉണ്ട്. ഈ ലേക്സ് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരിടത്തുനിന്ന് വെള്ളം മറ്റിടത്തേക്ക് ഫ്ലോ ആവാനുള്ള ഒരു പാസേജ് ഉണ്ട്. അപ്പോൾ ഇത്ര വർഷം മുന്നേ ഇങ്ങനെ ഒരു സംഭവം അവർ ഡെവലപ്പ് ചെയ്തെടുത്തത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തന്നെ ഒരു കാര്യമാണ്. അപ്പോൾ അതാ നമുക്ക് കാണാം, വേ ടു റോപ്പ് വേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെന്ന് തോന്നുന്നു നമുക്ക് റോപ്പ് വേയിൽ പോകേണ്ടത്. ഇപ്പോൾ ഏതായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് റോപ്പ് വേയിലേക്ക് പോവാം. ഇപ്പോൾ ഈ റോപ്പ് വേയിൽ പോകാൻ 650 രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് പെർ അഡൾട്ട്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ടാവും കേട്ടോ എന്തായാലും. തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 3 ക്യാബിൻസ് ആണുള്ളത് ഈ ഒരു റോപ്പ് വേയിൽ. അപ്പം 3 ക്യാബിൻസ് ഒരു സൈഡിലേക്ക് കേട്ടോ. അപ്പം മറ്റേ സൈഡിൽ നിന്ന് നമുക്ക് 3 ക്യാബിൻസ് ഇങ്ങോട്ട് വരുന്നത് കാണാം. അപ്പം ഇങ്ങോട്ട് വരുന്ന ക്യാബിനിലായിരിക്കും നമ്മളെ കയറ്റി വിടുക. അവർ നമ്മളോട് പറഞ്ഞ് ഇവിടെ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്ലോട്ടിൽ പോയി നിന്നോളൂ. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കിട്ടുമോ അതെയോ നമ്മൾ ഷെയർ ചെയ്തായിരിക്കുമോ പോകേണ്ടതെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. എവിടെയാണ് നമ്മള് പോണേ? ഓ, ഇത് കണ്ടോ, നമ്മള് കേബിൾ കാറിൽ പോണേ. മനു, ആ നോ എൻട്രീന്റെ സ്പെല്ലിംഗ് ഇതാണ് വ്യൂ പോയിന്റ് അല്ലേ? ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ താഴെല്ലാം സോർട്ട് ഓഫ് ഹാഫ് ഫിനിഷ്ഡ് ആയിട്ട് വിട്ടിട്ടുണ്ട്. മേളിൽ, അതായത് അവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. കേബിൾ കാറും കാണാം. ലേക്ക് പിച്ചോല കാണാൻ എന്താ ഭംഗിയില്ലേ, അതും ഈ ഒരു ഹൈറ്റിൽ. അത് ജഗ്മന്ദിറാണ്, അവിടെ ഇങ്ങനെ ബോട്ടിംഗ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പം എല്ലാം കണ്ടു, അമ്പലത്തിൽ തൊഴുതു, ദേവിയെ തൊഴുതു. തിരിച്ച് നമ്മൾ അതേ റോപ്പ് വേ വഴി താഴെ എൻട്രൻസിൻ്റെ അവിടെ എത്തണം. അപ്പം ഇവിടെ വന്നപ്പം നല്ലൊരു സീനാണ് കേട്ടോ. നമ്മൾക്കൊരു ടോക്കൺ അവർ തരും. എത്രയാണെങ്കിലും നമ്മളിവിടെ ഒരു 1/2 hour 1 hour സ്പെൻഡ് ചെയ്യേണ്ടി വരും.
അപ്പോൾ ഇങ്ങനെ ഈ 1/2 hour 1 hour നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ളത്, പിന്നെ ഇതുപോലത്തെ സുവനിയർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ബേസിക്കലി അവർക്ക് ബിസിനസ് ചെയ്യാൻ ശരിക്കറിയാം. ഇനി നമ്മൾ സജൻഗഡ് പാലസ് അല്ലെങ്കിൽ മോൺസൂൺ പാലസ് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം, സപ്പോസ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ടു റീച്ച് ദർ ബിഫോർ 5:30 in the evening. 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ എൻട്രി ക്ലോസ് ചെയ്യും. പിന്നെ മെയിൻലി ഇവിടെ ആൾക്കാർ വരുന്നത് സൺസെറ്റ് കാണാനാണ്. പക്ഷേ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അവർ ആൾക്കാരെ ഇവിടെ നിർത്താറില്ല. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് കുറച്ചൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. इस साइड पे जो है सर बालूजी पार्क है, इधर अपन जाएंगे ना, ये सजनगढ़ मानसून पैलेस. ഓ ചെല്ലു അച്ഛൻ്റെ അവിടെ പുറപ്പോ. ആഹാ, ഇവിടെ നല്ല ക്രൗഡാണല്ലോ. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. സിറ്റി പാലസ് പോലെ തന്നെയാണ് ഇവിടെയും നല്ല ക്രൗഡാണ്. പിന്നെ സൺസെറ്റിൻ്റെ ടൈമുമാണ്. നമ്മളെന്തായാലും സൺസെറ്റിന് നിൽക്കില്ല, ഇനിയും കുറച്ച് ടൈമുണ്ട്. ഇവിടെ മെയിൻ തിങ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ നിന്നുള്ള വ്യൂ. ഇത്രയും പൊക്കത്തിലായതുകൊണ്ട് താഴത്തേക്ക് നമ്മുടെ ആ കംപ്ലീറ്റ് ഉദയ്പൂർ സിറ്റീൻ്റെ ആ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അത് അടിപൊളിയാണ്. കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത്. Come on, don't stop running. Run. Come on. ചെറിയ ബേബീസും പിന്നെ കുറച്ച് പ്രായമായവർ, മുതിർന്നവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ചാലഞ്ചിങ് ആയിരിക്കും കേട്ടോ ഇവിടെ. കാര്യം ബഗി സർവീസൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ സജൻഗഡ് പാലസിലാണെങ്കിലും നമ്മുടെ വണ്ടി നമുക്ക് ഈ മലയുടെ മുകളിൽ വരെ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ എന്നാലും കുറേ സ്റ്റെപ്സ് ഉണ്ട് കയറാൻ. അപ്പോൾ അതൊക്കെ ചിലപ്പം കുറച്ച് ചാലഞ്ചിങ് ആവാൻ ചാൻസ് ഉണ്ട്. അകത്ത് വന്നു കഴിഞ്ഞാലും സിറ്റി പാലസ് പോലെ തന്നെ ഇവിടുത്തെ ആ രാജസ്ഥാനി സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറാണ്. മഹാറാണ ഫത്തേഹ് സിംഗ്. ഒരു രക്ഷയില്ലാട്ടോ, എന്തൊരു കാറ്റാണ്. കാറ്റെന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരൊക്കെ പറന്നു പോകും, അതുപോലത്തെ ശക്തിയായിട്ടുള്ള കാറ്റാണ്. പിന്നെ ഈ കാറ്റൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ ജനം നടക്കുവാണ്. അവിടെ ഒരു മങ്കിയെ കണ്ടോ, ഈവനെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഫുൾ എക്സൈറ്റഡായി. സൈറ്റ് സീയിങ് കഴിഞ്ഞു. നമ്മൾ സജ്ജൻഗഡ് പാലസിൽ നിന്ന് തിരിച്ച് ഹോട്ടലിൽ പോവാണ്. ഹോട്ടലിലും നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു സൺസെറ്റ് കാണാൻ സാധിക്കും. ഫത്തേപൂർ സാഗറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ഹോട്ടലിൽ ഇന്ന് ഒരു പപ്പറ്റ് ഷോയും കൂടെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അവർ സ്പെഷ്യലി അറേഞ്ച് ചെയ്യുന്നതാണ്. ബാഗോരി കി ഹവേലിയിൽ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കൾച്ചറൽ ഷോസ് മോർ എലാബറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. രാജസ്ഥാനി ഫോക്ക് ഡാൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ പപ്പറ്റ് ഷോയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ ബാഗോരി കി ഹവേലി എന്ന് പറയുന്ന സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണം. അവിടെ ഇതുപോലത്തെ ഷോസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ബാൽക്കണിയ പപ്പറ്റ് ഷോ. നിങ്ങൾക്ക് നല്ല ലൈവ് ഗസൽ മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഔട്ട്ഡോർ സെറ്റിങ്ങിൽ ഡിന്നർ കഴിക്കണമെങ്കിൽ ഇവിടെ ആംഗൻ റെസ്റ്റോറൻറ്റിൽ വന്നാൽ മതി. ലളിത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്.
പിന്നെ നല്ല യമ്മി ആയിട്ടുള്ള സിസ്ലേഴ്സ്, പല വെറൈറ്റി സിസ്ലേഴ്സും ഇവിടെ കിട്ടും. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഉദയ്പൂരിൽ നമ്മുടെ ഡേ 3 ആണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഡേ ഇന്ന് ഉദയ്പൂരിൽ നിന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നാളെ ഉച്ചയ്ക്ക് നമ്മുടെ ഫ്ലൈറ്റ്, ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റാണ് തിരിച്ച്. ഇന്നിപ്പോൾ എന്താ പരിപാടി എന്നല്ലേ? ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒരു ഹാത്തിപോൾ മാർക്കറ്റ് ഉണ്ട്. സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ സ്ഥലമാണ്. അവിടെ കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിങ്ങും പറ്റുകയാണെങ്കിൽ ഒരു ലസ്സിയൊക്കെ കുടിക്കണമെന്നുണ്ട്. ഇപ്പം അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ കളിയാണ്. 2 പേർക്കും ഇവിടെ നിന്ന് ഇറങ്ങാൻ യാതൊരു പ്ലാനും ഇല്ല. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഓട്ടോയോ ഊബറോ ബുക്ക് ചെയ്യാൻ. ഇന്ന് രാവിലെ പിള്ളേർ ഫുൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഇവിടെ ഹാത്തിപോൾ മാർക്കറ്റിൽ വന്നേക്കുവാണ്. ഇവിടെ നിങ്ങൾ ഈ സൈഡിലൊക്കെ കാണുന്നില്ലേ, ഒരുപാട് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഷോപ്പും വെസ്റ്റേൺ വെയറും ഉണ്ട് കേട്ടോ. എത്നിക് മാത്രമല്ല, അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ഷർട്ട്സും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഈ ചെറിയ ചെറിയ ക്യാമലിൻ്റെ, എലിഫൻറ്റിൻ്റെ ഒക്കെ പ്രിൻ്റുള്ള നല്ല രസമുണ്ട്. നോക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ബന്ദേജ് ബാന്തിനി, അതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽ. നമ്മൾ ആ മുന്നിൽ കാണുന്ന ഇത് കാവിശ്രീ സാരി. ഷോപ്പിംഗ് ചെയ്ത് ഇവിടുത്തെ ചൂടിൽ ക്ഷീണിച്ച എന്നെ നിവുനെയാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ എന്തായാലും നല്ല അടിപൊളി ഒരു ലസ്സി, 40 രൂപയാണ് കേട്ടോ ഒരു ലസ്സിക്ക്. ഇവിടുത്തെ ഒരു കുഞ്ഞി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലതാണ് കേട്ടോ. ഗുഡ്. ഓടിയാൽ മതി അങ്ങോട്ട്, ഇറ്റ് വിൽ ഓൾ ഫ്ലൈ ഓഫ്. ഇനി നമുക്കൊരു ട്രഡീഷണൽ രാജസ്ഥാനി താലി ആയാലോ. അപ്പോൾ രാജസ്ഥാനി ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ദ ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വരണം. ലേക്ക് പിച്ചോലെല്ലാം കണ്ടുകൊണ്ട് നല്ല ദാൽ ബാട്ടി ചൂർമ ഇവിടെ നിങ്ങൾക്ക് കഴിക്കാം. ലേക്ക് പിച്ചോല. ഡാൻസ് ചെയ്ത നീ ദാൽ ബാട്ടി ചൂർമ കഴിക്കണോ? പൊട്ടിക്കട്ടെ, ഇങ്ങനെ പൊട്ടിക്കണം എന്ന് തോന്നുന്നു. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് നെയ്യാണ്. അവിടെ ഒരു നെല്ലിക്കയുടെ മരം കണ്ടായിരുന്നോ? അത് എടുത്തായിരുന്നോ? നെല്ലിക്കയുടെ മരം. നെല്ലിക്കയുടെ മരമാണ്. കണ്ടോ? നിറച്ച് നെല്ലിക്കയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് നെല്ലിക്കയുടെ മരങ്ങൾ. ഗൂസ്ബെറി. ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു കപ്പ് ചായ. അപ്പം നമ്മൾ രാജസ്ഥാനിലായതുകൊണ്ട് ഇവിടുത്തെ മാർവാഡ് കുൽഹഡ് ചായയാണ് ട്രൈ ചെയ്യുന്നത്. ഇതെന്താണെന്നറിയോ? ഇതാണ് പാത്ര. ജയേഷ് മിഷ്ടാൻ ഭണ്ഡാറിൽ പോയിരുന്നു. ഈ കാണുന്നതാണ് ഇവിടുത്തെ പോപ്പുലർ ജയേഷ് മിഷ്ടാൻ ഭണ്ഡാർ. ഇവിടെ നമുക്ക് സ്വീറ്റ്സും കിട്ടും, സ്നാക്സും കിട്ടും. അപ്പം ഈ പാത്രം നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇവിടെ നമ്മൾ കുറച്ച് സ്വീറ്റ്സും വാങ്ങിച്ചു കേട്ടോ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഘേവർ എന്ന് പറയുന്ന സ്വീറ്റ്. അപ്പം നിങ്ങൾ ഉദയ്പൂർ വരുവാണെങ്കിൽ ഇവിടെ എന്തായാലും വരണം കേട്ടോ. ഡിന്നർ കഴിക്കാൻ 1559 എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിൽ വന്നതാണ്. നല്ല കിഡിലൻ ആംബിയൻസ് കേട്ടോ. നല്ല ഗസൽ മ്യൂസിക്കും അടിപൊളി ഫുഡും. മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ ചിക്കൻ സീഖ് കബാബ്. ഇന്ന് നമ്മുടെ ഉദയ്പൂരിൽ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് 1 മണിയുടെ ഫ്ലൈറ്റിന് നമുക്ക് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകണം. കുറച്ച് ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ
ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇറങ്ങുവാണ് ഇന്ന് പോവാണ്. കഴിഞ്ഞു ഇതിൻ്റെ സങ്കടത്തിലാണ്. ഇവിടെ ഒരാളിങ്ങനെ നിൽപ്പുണ്ട് ഭയങ്കര മീശയൊക്കെ ആയിട്ട്. ആ മീശയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളെ കാണുമ്പോഴത്തേക്ക് ഈ പുള്ളിക്ക് ഭയങ്കര പേടിയാണ്. ആളെ കാണിച്ചു തരാം, കാണിച്ചു കൊടുത്തത് കണ്ടോ? അങ്ങനെ ഞങ്ങളുടെ ഈ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഉദയ്പൂർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു ക്യൂട്ട് നിവ് നാവ് വ്ലോഗുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.